അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹില്ലദീ വഹിദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, വിശുദ്ധ ഖുർആനിലെ 18-ാമത്തെ അധ്യായമായ സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പരാമർശിച്ച മറ്റൊരു പ്രധാന സംഭവമാണ് മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ അറിവ് തേടിയുള്ള യാത്ര. മഹാനായ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കണമെന്നും അതിന് മറുപടി പറഞ്ഞാൽ അവിടുന്ന് സത്യപ്രവാചകനാണെന്നും ഇല്ലെങ്കിൽ അങ്ങനെയല്ലെന്നും യഹൂദി പുരോഹിതന്മാർ ഖുറൈശ് നേതാക്കളോട് പറഞ്ഞെന്നും അതനുസരിച്ച് അവർ നബിയോട് ചോദിച്ചുവെന്നും അതിനെ തുടർന്നാണ് ഈ അധ്യായം അവതരിച്ചതെന്നും മുൻപ് നാം പറഞ്ഞുവല്ലോ. ഒരാൾ പ്രവാചകനായി എന്നതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഏതെങ്കിലും ഒരു കാര്യം അറിയാതിരിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വത്തിന് ഒരു കുറവുമല്ല. കാരണം ഏതൊരാളെപ്പോലെയും അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ മാത്രമേ പ്രവാചകന്മാരും അറിയുകയുള്ളൂ. ഈ വസ്തുത യഹൂദികളെയും മറ്റും ഉണർത്തലായിരുന്നു. ഗുഹാവാസികളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം മൂസാ നബി അലൈഹിസ്സലാമിൻ്റെയും ഖിളർ അലൈഹിസ്സലാമിൻ്റെയും ചരിത്രം വിവരിച്ചതിൽ അടങ്ങിയിട്ടുള്ള തത്വം. ബനൂ ഇസ്രായേല്യരിൽ നിയോഗിതനായ പ്രമുഖ പ്രവാചകനായിരുന്നു മൂസാ നബി അലൈഹിസ്സലാം. എന്നിട്ടും അദ്ദേഹത്തിന് പല കാര്യങ്ങളും അജ്ഞാതമായിരുന്നു. അത് പഠിക്കുവാനായി മറ്റൊരാളെ സമീപിക്കുന്നതാണ് നാം ഇവിടെ കാണുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന് ഇങ്ങനെയുള്ള ഒരു യാത്ര നടത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനെയും അവൻ്റെ ജനതയായ കിബുത്തികളെയും നശിപ്പിച്ച് മൂസാ നബി അലൈഹിസ്സലാമിനും ഇസ്രായേല്യർക്കും മിസ്ർ അധീനമാക്കി കൊടുത്ത ശേഷം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മൂസാ നബി അലൈഹിസ്സലാം മിസ്റിൽ വച്ച് ഒരു പ്രസംഗം നടത്തി. സദസ്സിനെ പിടിച്ചു കുലുക്കുന്ന നിലയിലുള്ള പ്രഭാഷണമായിരുന്നു അത്. അവരുടെ നയനങ്ങളിൽ നിന്ന് ബാഷ്പകണങ്ങൾ ഒഴുകി, അവരുടെ ഹൃദയങ്ങൾ അലിഞ്ഞു മയമായി. പ്രസംഗം കഴിഞ്ഞ് പിരിഞ്ഞു പോകവേ ഒരാൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഭൂമിയിൽ താങ്കളെക്കാൾ അറിവുള്ളവരായി ആരെങ്കിലുമുണ്ടോ? ഇല്ല എന്ന് മൂസാ നബി അലൈഹിസ്സലാം മറുപടി പറഞ്ഞു. അള്ളാഹു അഅലം എന്ന് പറയലായിരുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ പ്രവാചകൻ്റെ മഹത്വത്തിന് ഏറ്റവും ചേർന്ന നടപടി. അത് ചെയ്യാതിരുന്നപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് ഒരു പാഠം നൽകുവാൻ തീരുമാനിച്ചു. ഇതിനെ തുടർന്നാണ് മൂസാ നബി അലൈഹിസ്സലാമിന് അറിവ് തേടിയുള്ള യാത്ര നടത്തേണ്ടി വന്നത്. അള്ളാഹു മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, 2 സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലത്ത് എനിക്കൊരു അടിമയുണ്ട്. ആ അടിമ നിങ്ങളെക്കാൾ അറിവുള്ളവനാണ്. 2 സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലത്ത് അറിവുള്ള അള്ളാഹുവിൻ്റെ ദാസനുണ്ടെന്ന വിവരം ലഭിച്ചപ്പോൾ ആ ദാസനുമായി ബന്ധപ്പെടാൻ എന്താണ് മാർഗമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മൂസാ നബി അലൈഹിസ്സലാം ചോദിച്ചു. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ ഒരു മത്സ്യത്തെ പിടിച്ച് കുട്ടയിലിട്ട് കൂടെ കൊണ്ടുപോകണം. അതിന് എവിടെ വച്ച് ജീവൻ ലഭിക്കുകയും താങ്കൾക്കത് നഷ്ടപ്പെടുകയും ചെയ്യുന്നുവോ അവിടെ ആ ദാസനുണ്ടായിരിക്കും. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മൂസാ നബി അലൈഹിസ്സലാം ഒരു മത്സ്യത്തെ പിടിച്ച് കുട്ടയിലിട്ടു. തൻ്റെ ശിഷ്യനും സഹചാരിയുമായി യൂഷഅ എന്ന യുവാവിനോട് പറഞ്ഞു, ഇത് എവിടെ വച്ച് നഷ്ടപ്പെടുന്നുവോ അപ്പോൾ നീ എന്നോട് പറയണം. മറ്റൊന്നും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നില്ല. താങ്കൾ എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞ് 2 പേരും യാത്ര തുടങ്ങി. അങ്ങനെ അവർ 2 സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന സ്ഥലത്തെത്തി. ഉദ്ദിഷ്ട സ്ഥാനം അതാണ് എന്ന് അപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവിടെ കണ്ട ഒരു പാറപ്പുറത്ത് കിടന്ന് അവർ ഉറങ്ങിപ്പോയി. മൂസാ നബി അലൈഹിസ്സലാമും യൂഷഉം വിശ്രമിക്കുന്നതിനിടയിൽ
കുട്ടയിലുണ്ടായിരുന്ന മത്സ്യത്തിന് ജീവൻ ലഭിക്കുകയും അത് സമുദ്രത്തിലേക്ക് പിടച്ചു ചാടുകയും ചെയ്തു. ഈ സമയം യൂഷ ഉണരുകയും അത് കാണുകയും ചെയ്തുവെങ്കിലും മൂസാ നബി അലൈഹിസ്സലാമിനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തേണ്ട എന്ന് കരുതി. അങ്ങനെ പിറ്റേ പ്രഭാതത്തിൽ രണ്ടുപേരും യാത്ര തുടർന്നു. കുറച്ചു മുന്നോട്ട് പോയപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിന് വിശപ്പായി. മൂസാ നബി അലൈഹിസ്സലാം തിന്നുവാനെന്തെങ്കിലും കൊണ്ടുവാ എന്ന് തൻ്റെ സഹചാരിയും ശിഷ്യനുമായ യൂഷഇനോട് പറഞ്ഞു. ആ സമയമാണ് മത്സ്യം നഷ്ടപ്പെട്ട വിവരം യൂഷഇൻ്റെ ഓർമ്മയിൽ വരുന്നത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് യൂഷഇ ആ സംഭവം പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം യൂഷഇനോട് ചോദിച്ചു, നീ എന്തുകൊണ്ട് ആ വിവരം എന്നെ അറിയിച്ചില്ല? യൂഷഇ പറഞ്ഞു, പിശാചി എന്നെ മറപ്പിച്ചതുകൊണ്ടാണ് എന്നും ഞാൻ വിട്ടുവീഴ്ചയ്ക്ക് അർഹനാണ് എന്നും മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മുൻപിൽ ബോധിപ്പിച്ചു. എന്തായാൽ തന്നെയും ആ സ്ഥാനമാണ് നാം അന്വേഷിച്ച് നടക്കുന്നത് എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറയുകയും ആ സ്ഥലത്തേക്ക് രണ്ടുപേരും മടങ്ങുകയും ചെയ്തു. അവർ അവിടെ എത്തിയപ്പോൾ അള്ളാഹു പറഞ്ഞ ആ ദാസനുമായി അവർ കണ്ടുമുട്ടി.